സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ദേവി മാഹാത്മ്യം, ദേവി കവചം, 31-ാമത്തെ ശ്ലോകം. രോമകൂപാണി കൗബേരി ത്വജം വാഗീശ്വരി തഥാ രക്തമജ്ജാ വസാ മാംസാനി അസ്ഥി മേധാംസി പാർവതി. രോമകൂപാണി രോമകൂപങ്ങളെ, കൗബേരി കൗബേരി ദേവിയും, ത്വജം എൻ്റെ ത്വക്കിനെ, വാഗീശ്വരി ദേവിയും രക്ഷിക്കട്ടെ. തഥാ അതുപോലെ, രക്തം, മജ്ജ, വസ എന്നാൽ ജലാംശം, ശരീരത്തിലെ മാംസങ്ങളിലുള്ള ജലാംശം, മാംസാനി മാംസം, അസ്ഥി, മേധാംസി മേധസ്, ഇവയെ എല്ലാം പാർവതീ ദേവിയും രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത്. അപ്പോ എൻ്റെ രോമകൂപങ്ങളെ കൗബേരി ദേവിയും, ത്വക്കിനെ വാഗീശ്വരി ദേവിയും, രക്തം, മജ്ജ, വസ, മാംസം, അസ്ഥി, മേധസ് ഇവയെ പാർവതീ ദേവിയും രക്ഷിക്കട്ടെ. 32. ആന്ത്രാണി കാളരാത്രിഹി ച പിത്തംശ്ച മുകുടേശ്വരി പത്മാവതി പത്മകോശേ കഫേ ചൂടാമണി തഥാ. ആന്ത്രാണി, അതായത് ആന്ത്രാണി എന്നാൽ നമ്മുടെ കുടലുകൾ, ഉദരത്തിലെ കുടലുകളെ, കാളരാത്രിഹീച്ച കാളരാത്രി ദേവിയും രക്ഷിക്കട്ടെ. പിത്തംശ്ച പിത്തത്തെ മുകുടേശ്വരി ദേവിയും രക്ഷിക്കട്ടെ. പത്മാവതി പത്മകോശേ, പത്മകോശം എന്നാൽ വാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പത്മകോശത്തെ, വാദത്തെ പത്മാവതി ദേവിയും രക്ഷിക്കട്ടെ. കഫത്തെ ചൂടാമണി തഥാ, ചൂടാമണി ദേവിയും രക്ഷിക്കട്ടെ. തഥാ എന്നാൽ അതുപോലെ. അപ്പോ ഉദരത്തിലെ കുടലുകളെ കാളരാത്രി ദേവി രക്ഷിക്കട്ടെ. പിത്തത്തിലിരുന്ന് മുകുടേശ്വരി ദേവി രക്ഷിക്കട്ടെ. അതുപോലെ വാദസംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാൻ വാദത്തിലിരുന്ന് പത്മാവതി ദേവി എന്നെ രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ കഫത്തിലിരുന്ന് ചൂടാമണി ദേവിയും എന്നെ രക്ഷിക്കട്ടെ. 33. ജ്വാലാമുഖി നഖജ്വാലാം അഭേദ്യ സർവസന്ദിഷോ ശുക്രം ബ്രഹ്മാണി മേ രക്ഷേത് ഛായാം ഛത്രേശ്വരി തഥാ. നഖക്കാന്തി, അതായത് നഖജ്വാലാം എന്നാൽ നഖക്കാന്തി, നഖത്തിന്റെ ആ കാന്തിയെ ജ്വാലാമുഖി എന്ന ദേവി സംരക്ഷിക്കട്ടെ. അതുപോലെ സർവസന്ധിഷു, എല്ലാ സന്ധികളെയും അഭേദ്യ ദേവി സംരക്ഷിക്കട്ടെ. അതുപോലെ ശുക്രം, എൻ്റെ രേതസ്സിനെ, ശുക്ലത്തെ ബ്രഹ്മാണി ദേവി സംരക്ഷിക്കട്ടെ. മേ എന്ന് വെച്ചാൽ എൻ്റെ, രക്ഷിക്കട്ടെ. ഇനി ഛായാം, എൻ്റെ നിഴലിനെ ഛത്രേശ്വരി ദേവി രക്ഷിക്കട്ടെ. തഥാ അതുപോലെ. അപ്പോ എൻ്റെ നഖത്തിന്റെ കാന്തിയെ ജ്വാലാമുഖി ദേവി സംരക്ഷിക്കട്ടെ. എൻ്റെ സകല സന്ധികളെയും അഭേദ്യാദേവി സംരക്ഷിക്കട്ടെ. അതുപോലെ എൻ്റെ രേതസ്സിനെ ബ്രഹ്മാണി ദേവി സംരക്ഷിക്കട്ടെ. എൻ്റെ നിഴലിനെ ഛത്രേശ്വരി ദേവിയും രക്ഷിക്കട്ടെ. 34. അഹങ്കാരം മനോ ബുദ്ധിം രക്ഷമേ ധർമ്മചാരിണി പ്രാണ അപാനൗ തഥാ വ്യാന സമാന ഉദാനമേവ ച. അഹങ്കാരം മനോബുദ്ധിം രക്ഷമേ ധർമ്മചാരിണി പ്രാണാപാനൗ തഥാ വ്യാന സമാനോ ഉദാനമേവ ച. അഹങ്കാരം, മനസ്സ്, ബുദ്ധി ഇവകളെയും പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ പഞ്ചപ്രാണങ്ങളെയും ധർമ്മചാരിണി ദേവി സംരക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം.
അഹങ്കാരം, മനസ്സ്, ബുദ്ധി ഇവയെല്ലാം ആ ധർമ്മചാരിണി ദേവി സംരക്ഷിക്കട്ടെ. അതുപോലെ പഞ്ചപ്രാണങ്ങളായിട്ടുള്ള പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 പ്രാണങ്ങളെയും പ്രാണവായുവിനെയും ആ ധർമ്മചാരിണി ദേവി രക്ഷിക്കട്ടെ. 35 യശഃ കീർത്തിം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണി ഗോത്രം ഇന്ദ്രാണി മേ രക്ഷേത് പശൂൻ മേ രക്ഷ ചണ്ഡികേ. യശഃ അതായത് എൻ്റെ സത്പേരിനെയും കീർത്തി എൻ്റെ കീർത്തിയെയും ലക്ഷ്മീം ച എൻ്റെ ഐശ്വര്യത്തെയും സദാ എല്ലായ്പ്പോഴും രക്ഷതു ചക്രിണി ചക്രിണി ദേവി സംരക്ഷിക്കട്ടെ. മേ ഗോത്രം എൻ്റെ ഗോത്രത്തെ ഇന്ദ്രാണി രക്ഷേത് ഇന്ദ്രാണി ദേവി സംരക്ഷിക്കട്ടെ. മേൻ പശൂൻ എൻ്റെ പശുക്കളെ, അതായത് അന്ന് ആ കാലഘട്ടങ്ങളിൽ ഒരാളുടെ കയ്യിൽ എത്ര പശുക്കളുണ്ട് എന്നതാണ് അയാളുടെ സമ്പത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ആ സമ്പത്തിനെയാണ് ഇവിടെ പശൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മേ പശൂൻ എൻ്റെ പശുക്കളെ ചണ്ഡികേ രക്ഷ ചണ്ഡികാദേവി സംരക്ഷിക്കട്ടെ എന്ന്. അപ്പൊ എൻ്റെ സത്പേരിനെയും എൻ്റെ കീർത്തിയെയും എൻ്റെ ഐശ്വര്യത്തെയും സദാ ചക്രിണീ ദേവി സംരക്ഷിക്കട്ടെ. എൻ്റെ ഗോത്രത്തെ ഇന്ദ്രാണീ ദേവി സംരക്ഷിക്കട്ടെ. എൻ്റെ പശുക്കളെ എൻ്റെ സമ്പത്തിനെ ചണ്ഡികാദേവി സംരക്ഷിക്കട്ടെ. 36 പുത്രാൻ രക്ഷേത് മഹാലക്ഷ്മി ഭാര്യാം രക്ഷതു ഭൈരവി മാർഗം ക്ഷേമകരീ രക്ഷേത് വിജയ സർവദഃ സ്ഥിത. പുത്രാൻ രക്ഷേത് മഹാലക്ഷ്മി എൻ്റെ പുത്രന്മാരെ മഹാലക്ഷ്മി ദേവി സംരക്ഷിക്കട്ടെ. പുത്രന്മാരെ എന്ന് വെച്ചാൽ എൻ്റെ സന്തതികളെ മഹാലക്ഷ്മി ദേവി സംരക്ഷിക്കട്ടെ. ഭാര്യാം രക്ഷതു ഭൈരവി എൻ്റെ ഭാര്യയെ ഭൈരവി ദേവി സംരക്ഷിക്കട്ടെ. ഇനി സർവസ്ഥിത എല്ലായിടത്തും വസിക്കുന്ന വിജയ ആ വിജയയായ ക്ഷേമകരി ദേവി മാർഗം രക്ഷേത് എൻ്റെ മാർഗങ്ങളെ രക്ഷിക്കട്ടെ എന്ന്. അപ്പോ എൻ്റെ സന്തതികളെ മഹാലക്ഷ്മി ദേവി സംരക്ഷിക്കട്ടെ. എൻ്റെ ഭാര്യയെ ഭൈരവി ദേവി സംരക്ഷിക്കട്ടെ. എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്ന എല്ലായിടത്തും വസിക്കുന്ന ആ വിജയയായ ക്ഷേമകരി ദേവി എൻ്റെ മാർഗങ്ങളെ സംരക്ഷിക്കട്ടെ. അടുത്തത് 37ാമത്തെ ശ്ലോകം ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇതുവരെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളെ ഓരോരോ ദിക്കുകളെ എല്ലാത്തിനെയും എടുത്തു പറഞ്ഞ് ദേവി സംരക്ഷിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന, അതാണ് ദേവി കവചം. ആ കവചം കൊണ്ട് സംരക്ഷിച്ചു ഇതുവരെ ഓരോ ഭാഗങ്ങളെയും എടുത്തു പറഞ്ഞിട്ട്. ഇനി ഇത് അങ്ങനെ പറയാത്തത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ അവിടെയും എന്നെ സംരക്ഷിക്കണേ എന്നുള്ള ഒരു പൊതുവായ പ്രാർത്ഥനയാണ് 37ാമത്തെ ശ്ലോകത്തിൽ. രക്ഷാഹീനം തു യത് സ്ഥാനം വർജിതം കവചേന തു തത് സർവം രക്ഷ മേ ദേവി ജയന്തി പാപനാശിനി. അതായത് യത് സ്ഥാനം തു ഏതെങ്കിലും ഒരു സ്ഥാനം കവചേന വർജിതം തു കവചം കൊണ്ട് സംരക്ഷണമില്ലാതെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗം കവചം കൊണ്ടുള്ള രക്ഷയില്ലാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, രക്ഷാഹീനം എന്ന് വെച്ചാൽ കവചം കൊണ്ടുള്ള രക്ഷയില്ലാതെ ആ സംരക്ഷണമില്ലാതെ ഞാൻ പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തത് സർവം അവയെ എല്ലാം മേ ദേവി എൻ്റെ അമ്മ എൻ്റെ ദേവി ജയന്തി എല്ലാ ജയന്തിയും പാപനാശിനി സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്നവളുമായ എൻ്റെ അമ്മ രക്ഷ എൻ്റെ ദേവി എന്നെ രക്ഷിക്കട്ടെ, അവിടെയും എന്നെ രക്ഷിക്കട്ടെ എന്ന്. അപ്പൊ ദേവിയോടുള്ള പ്രാർത്ഥനയാകുന്ന ഈ കവചം കൊണ്ട് സംരക്ഷണമില്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗം ഈ പ്രാർത്ഥനയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആ കവചം കൊണ്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയെ എല്ലാം ജയന്തിയും പാപനാശിനിയുമായ ആ ദേവി എൻ്റെ അമ്മ രക്ഷിക്കട്ടെ എന്ന്. ഇപ്രകാരം നമ്മുടെ ശരീരത്തിലെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ അവയവങ്ങളും ആ ദേവീ ശക്തിയാലാണ്
പ്രവർത്തിക്കുന്നത് എന്ന സ്മരണയോടെ ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് വേണം നാം ജീവിക്കാൻ. അതിനുള്ള പ്രാർത്ഥനയാണ് ദേവീ കവചം. ഇവിടെ ഒരു ഭക്തൻ ഓരോ ആന്തരികവും ബാഹ്യവുമായ ശരീരാവയവങ്ങളെയും കുടുംബത്തെയും ഗോത്രത്തെയും ഒക്കെ എടുത്ത് പറഞ്ഞ്, ദിക്കുകളെയൊക്കെ എടുത്തെടുത്തു പറഞ്ഞ് ദേവിയാൽ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലുള്ള സങ്കല്പം കൂടിയും അതായിരിക്കണം. ശരീരത്തിൻ്റെ ഓരോ നമ്മുടെ മുടിനാരിഴ തൊട്ട് ഓരോ അവയവങ്ങളും, ബാഹ്യവും ആന്തരികമായ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് ആ ദേവി ആകുന്ന ശക്തി, ആ ഊർജം കൊണ്ടാണ്. ഈ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ജീവിക്കണം. അതിനായാണ് ദേവീ കവചം ജപിക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ ആ പ്രാധാന്യം അവിടെയാണ്. ഇനി ദേവീ കവചം ചൊല്ലുന്ന ഒരു ഭക്തന് ലഭിക്കുന്ന സത്ഫലങ്ങളെ കുറിച്ചാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 38, 39 ശ്ലോകങ്ങൾ ഒരുമിച്ച് ചൊല്ലാം. പദം ഏകം ന ഗച്ഛേത് തു യത് ഇച്ഛേത് ശുഭം ആത്മനഃ കവചേന ആവൃതഃ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്ര അർത്ഥലാഭഃ ച അർത്ഥലാഭശ്ച വിജയഃ സർവകാമികഃ യം യം ചിന്തയതേ കാമം തം തം ആപ്നോതി നിശ്ചിതം. ഇവിടെ ശുഭം ആത്മനഃ ശുഭം എന്ന് വെച്ചാൽ തനിക്ക് നല്ലത് വരണം, ശുഭം വരണം എന്ന് ആഗ്രഹിക്കുന്നു. യത് ഇച്ഛേത്, അത് ആഗ്രഹിക്കുന്ന ഒരുവൻ തീർച്ചയായും ദേവീ കവചം അണിയാതെ പദം ഏകം, ഒരടി പോലും ന ഗച്ഛേത്, നടക്കരുത്, മുൻപോട്ട് വെക്കരുത് എന്ന്. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കർമ്മത്തിൽ തനിക്ക് ശുഭം വരണം, ശ്രേഷ്ഠമായത് സംഭവിക്കണം, നല്ലത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദേവീ കവചം അണിയാതെ, ആ അമ്മയ്ക്ക്, ആ ശക്തിക്ക് സമർപ്പിക്കാതെ, ആ കവചത്തിൻ്റെ സമർപ്പണമാകുന്ന ആ കവചം അണിയാതെ ഒരടി പോലും മുന്നോട്ട് വെക്കരുത്. കവചേന ആവൃതഃ, കവചത്തിന്റെ ആവരണമുണ്ടെങ്കിൽ നിത്യവും, അങ്ങനെ നിങ്ങൾ നിത്യവും ദേവീ കവചമാകുന്ന ആ സമർപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിൻ്റെ ആ ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട് എങ്കിൽ, ആ ആവരണമുണ്ട് എങ്കിൽ യത്ര യത്ര ഹി ഗച്ഛതി, എവിടെ പോയാലും തത്ര തത്ര അവിടെയൊക്കെ അർത്ഥലാഭഃ ച, എല്ലാവിധ അർത്ഥങ്ങളും, അതുപോലെ ലാഭശ്ച അതായത് ആഗ്രഹിക്കുന്ന വിജയവും ധനലാഭവും ഉണ്ടാകുന്നു. സർവകാമികഃ വിജയഃ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വിജയങ്ങളും, എല്ലാ അർത്ഥങ്ങളും, ലാഭങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. എന്തെല്ലാം സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, യം ചിന്തയതേ കാമം, നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവയെല്ലാം തം ആപ്നോതി നിശ്ചിതം, തീർച്ചയായിട്ടും അവയെല്ലാം കൈവരുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് സത്ഫലങ്ങളാണ് ദേവീ കവചം ജപിക്കുമ്പോൾ, ഈ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ജപിക്കുമ്പോൾ ഒരു ഭക്തന് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. തനിക്ക് നല്ലത് വരണമെന്ന് ആശിക്കുന്നവൻ കവചം കൊണ്ട് രക്ഷ നേടാതെ, അല്ലെങ്കിൽ കവചം അടുത്തണിയാതെ, ഈ ഒരു സ്മരണയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ ഒന്നിനു വേണ്ടിയും ഒരടി പോലും മുൻപോട്ട് വെക്കരുത്. കവചം ധരിച്ചുകൊണ്ട് എവിടെയെല്ലാം പോയാലും അവിടെ നിന്നൊക്കെ ആഗ്രഹിക്കുന്ന വിജയവും ധനവും ലാഭവും ഉണ്ടാകും. ഇനി എന്തെല്ലാം സാധിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അവയെല്ലാം തീർച്ചയായും കൈവരുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധിശക്തി, എൻ്റെ ശരീരത്തിൻ്റെ ശക്തി, ശരീരത്തിന് നല്ല ശക്തിയുണ്ട്, ബലമുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ചിന്തിച്ചു, ഞാൻ നേടിയെടുത്തു, എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്നൊക്കെ. ഇതെല്ലാം ഞാൻ എന്ന വ്യക്തിബോധം അല്ലെങ്കിൽ അഹങ്കാര ബോധത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ ദേവീ കവചം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ശരീരവും മനസ്സും ബുദ്ധിയെയും ചലിപ്പിക്കുന്ന
ആ ശക്തി എന്ന് പറയുന്നത് ദേവിയാണ്. ആ ദേവിയുടെ സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ശരീരവും ഈ മനസ്സും ബുദ്ധിയും ചലിക്കുന്നത്. മനസ്സിന്റെ ചലനം എന്നാൽ ചിന്തകൾ, ബുദ്ധിയുടെ ചലനമാകുന്ന തീരുമാനം, ശരീരത്തിന്റെ ചലനം, ഇതെല്ലാത്തിനുമുള്ള ശക്തി ദേവിയാണ്. അപ്പോൾ ആ ദേവിയിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, ദേവി സംരക്ഷിക്കണേ ഈ ശരീരത്തെ, ദേവി സംരക്ഷിക്കണേ ഈ മനസ്സിനെ, ദേവി സംരക്ഷിക്കണേ ഈ ബുദ്ധിയെ എന്ന സമർപ്പിതമായ ഒരു പ്രാർത്ഥനയാണ് ദേവി കവചം എന്ന് പറയുന്നത്. ശ്ലോകം 40. പരം ഐശ്വര്യം അതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യഃ സംഗ്രാമേഷു അപരാജിതഃ. പുമാൻ ഒരു പുരുഷൻ, അതായത് ഒരു മനുഷ്യൻ, ദേവീ കവചമാകുന്ന ആവരണം ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഈ ഒരു സ്മരണയോടെ, ദേവീ കവചം എന്ന പ്രാർത്ഥനയോടെ, ഈ ഒരു സ്മരണയോടെ ആ ആവരണം അണിഞ്ഞ ഒരു മനുഷ്യൻ ഭൂതലേ ഈ ഭൂമിയിൽ അതുല്യം തുലനം ചെയ്യാൻ കഴിയാത്തതും പരം ഐശ്വര്യം ഉത്കൃഷ്ടമായ ഐശ്വര്യത്തെയും പ്രാപ്സ്യതേ പ്രാപിക്കുന്നു. ഇനി നിർഭയോ ജായതേ, അതായത് അവൻ നിർഭയനായി മാറുന്നു, അവന് ഒന്നിനെയും ഭയമില്ലാതാകുന്നു. ഇനി സംഗ്രാമേഷു അപരാജിതഃ, സംഗ്രാമേഷു അതായത് യുദ്ധങ്ങളിൽ, യുദ്ധം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവിത പ്രതിസന്ധികളിൽ ഒരിക്കലും മർത്യഃ ആ മനുഷ്യൻ അപരാജിതഃ തോറ്റുപോവുകയില്ല എന്ന്. ആ ജീവിത പ്രതിസന്ധികളെ അവന് ബാലൻസ് ചെയ്തുകൊണ്ട് അതിനെ തരണം ചെയ്ത് കടക്കാനുള്ള മനഃശക്തിയും അവന് ലഭിക്കുന്നു എന്ന്. ദേവീ കവചം ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ തുലനം ചെയ്യാൻ കഴിയാത്ത അത്രയ്ക്കും അതുല്യമായ ഉത്കൃഷ്ടമായ ഐശ്വര്യത്തെ പ്രാപിക്കും. അവൻ ഒരു ഭയവും, ഒന്നിനെയും ഭയമില്ലാത്തവനായി മാറും. അത് മാത്രമല്ല, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവൻ ഒരിക്കലും തളർന്നു പോവുകയും ഇല്ല എന്നാണ് പറയുന്നത്. ശേഷം അടുത്ത ഭാഗത്തിൽ